ബാഹുബലി സിനിമയിൽ മകൾമണി രാജ്യത്തെ കാലികൻ ആക്രമിക്കുന്നുണ്ട്. മകൾമണി രാജ്യത്തിൽ 2 കിരീടാവകാശികളുണ്ട്, പല്ലാൾ ദേവനും ബാഹുബലി. ഇപ്പോൾ ശിവഗാമി രാജ്ഞി ഒരു ഓഫർ കൊടുക്കുകയാണ്, ആരാണ് കാലികനെ കൊല്ലുന്നത് അയാളാണ് നെക്സ്റ്റ് രാജാവ്. പല്ലാൾ ദേവൻ ഒരു ഭാഗത്തുനിന്ന് ആക്രമിക്കുമ്പോൾ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ സിവിലിയൻസ് കുറേ പേര് കൊല്ലപ്പെട്ടു, പ്രജകൾ കുറേ പേര് കൊല്ലപ്പെട്ടു. അയാളത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ബാഹുബലി പ്രജകളെ സംരക്ഷിച്ചു എന്നുള്ളതാണ്, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യുദ്ധത്തിൽ കാലികേനെ ഇവർ തോൽപ്പിക്കുന്നുണ്ട്, കാലികേനെ കൊല്ലുന്നത് പല്ലാൾ ദേവനാണ്. പക്ഷെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ നെക്സ്റ്റ് കിങ്ങായിട്ട് ശിവഗാമി പ്രഖ്യാപിക്കുന്നത് ബാഹുബലിയാണ്. അപ്പോൾ എതിർപ്പുണ്ടായി, എന്തുകൊണ്ടാണ് പല്ലാൾ ദേവനാക്കാത്തത്? അതിന് മറുപടിയായിട്ട് ശിവഗാമി പറയുന്ന ഉത്തരവ് ഇതാണ്: രാജാവാകാനുള്ള അർഹത എത്ര ശത്രുക്കളെ വധിച്ചു എന്നതിലല്ല, തൻ്റെ പ്രജകളെ എത്ര പേരെ രക്ഷിച്ചു എന്നുള്ളതാണ്. പോരിൽ പല്ലാൾ ദേവൻ ശത്രുക്കളെ വധിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്, പക്ഷേ ബാഹുബലി പ്രജകളെ രക്ഷിച്ചു. അതാണൊരു യുദ്ധവീരനും രാജാവും തമ്മിലുള്ള വ്യത്യാസം. 100 പേരെ കൊല്ലുന്നവൻ ധീരൻ തന്നെ, ഒരൊറ്റ ജീവനെ രക്ഷിക്കുന്നവൻ അയാളൊരു ഈശ്വരനാണ്. എന്താ ഗോസ്പലിൽ ഈശോനെ കുരിശിക്കയറ്റുന്ന രംഗമാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ജനം നോക്കി നിന്നു. ജനം എപ്പോഴും നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ പ്രമാണിമാരെന്ന് പറഞ്ഞാൽ, നീ ക്രിസ്തു ആണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കും. പടയാളികൾ പരിഹസിച്ചിട്ട് പറഞ്ഞു, നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്. കുരിശിൽ കിടന്ന കള്ളം വരെ പറഞ്ഞു, നീ ക്രിസ്തു ആണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്. ഇത് ലോകത്തിൻ്റെ കൺസെപ്റ്റാണ്. രാജാവെന്ന് പറഞ്ഞാൽ സ്വയം രക്ഷിക്കുന്നവൻ, സ്വയം രക്ഷപ്പെടുന്നവൻ. അതാണ് അന്നും ഇന്നൊക്കെയുള്ള ചിന്ത. പക്ഷെ ആ ചിന്തയിൽ ഒരൊറ്റ ഡിഫറൻസ് വരുത്തിയ ആൾ, ആ ചിന്തയിൽ കംപ്ലീറ്റായിട്ട് ഡിഫറൻസ് വരുത്തിയ ആൾ, അത് ക്രിസ്തു മാത്രമാണ്. രാജാവെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ രക്ഷിക്കാൻ മരിക്കുന്നവനാണ്. അതാണ് നമ്മുടെ ക്രിസ്തുവിനെ ഡിഫറൻ്റ് ആക്കുന്നത്, അതാണ് നമ്മുടെ ക്രിസ്തുവിനെ രാജാവാക്കുന്നത്. ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. ധൈര്യത്തോടെ ചങ്കുറപ്പോടെ നമുക്ക് വിളിക്കാൻ പറ്റണം: ജയ് ജയ് ക്രിസ്തുരാജൻ.